ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോ വേപ്പിൻ തൈ കാട് പോലെ ചട്ടിയിൽ എങ്ങനെ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ അങ്ങനെ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വലിയൊരു ബക്കറ്റാണ്. നമ്മൾ വേപ്പിൻ തൈയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയ ചട്ടിയിലൊന്നും വേപ്പിൻ തൈ അത് വലിയ മരം ഏകദേശമൊക്കെ വലിയ മരമായി വരുന്നതല്ലേ. അപ്പോൾ നമ്മൾ 20 ലിറ്ററിൻ്റെ ഒരു ബക്കറ്റാണ് എടുത്തേക്കണേ. ഇത് ഹോളുള്ള ഒരു ബക്കറ്റാണ് കേട്ടോ. ഞാൻ കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കിയിരുന്നൊരു ബക്കറ്റാണ്. അപ്പോൾ ആ ബക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ആദ്യം ഇടുന്നത് കരിയിലല്ല ഇട്ടൊന്ന് ഇടുന്നത്. നമ്മൾ വാഴ വെട്ടിയ തണ്ട് ഉണ്ടാവുമല്ലോ, വാഴത്തടം, അത് കൊടുന്ന് ഞാൻ ചെറുതാക്കി മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അത് കുറച്ചത് ഇട്ടിട്ട് പിന്നെ ഞാൻ കുറച്ച് മണ്ണ് അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഈ വാഴത്തടം തന്നെയാണ് അതിൽ പിന്നെയും നിറക്കണത്. അപ്പോൾ കുറേ ഒരു വാഴ വെട്ടിയത് അങ്ങനെയാണ് കൊടുന്നതാണ് ഞാനിത് കേട്ടോ. അങ്ങനെ അപ്പുറത്തെ തൊട്ട തൊടുവിലുണ്ട് കുറേ വാഴ. അപ്പോൾ അതിൽ വെട്ടിയിട്ടൊരു വാഴ ഇട്ട് കൊടുന്നതാണ് ഞാനത്. ഇനി ഇതാ കുറച്ച് വാഴത്തടം കൂടി പിന്നെ ഇതിൽ നിറക്കാൻ നല്ല കുത്തി അമർത്തി നിറക്കണം കേട്ടോ. ഇത് മണ്ണായി പോണതാണല്ലോ. അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി മണ്ണ് പിന്നെ ഒന്ന് വിതറി കൊടുക്കുക കേട്ടോ. കുറച്ച് മണ്ണ് ഇടയ്ക്കിടയ്ക്ക് വിതറി കൊടുക്കണമില്ലെങ്കിൽ ഇത് പെട്ടെന്ന് നമുക്കിത് വളമായി കിട്ടണമല്ലോ, മണ്ണാവണമല്ലോ ഇത്. നല്ലൊരു വളമാണ് കേട്ടോ ഈ വാഴത്തടം. പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ കരിയിലിടാമെന്ന് കരുതിയിരുന്നത്. പക്ഷേ വാഴൻ്റെ ഇല ഉണ്ടല്ലോ, നമുക്ക് ഇഷ്ടംപോലെ വാഴയുണ്ട്, ഉണങ്ങിയ വാഴൻ്റെ ഇല. അപ്പോൾ ഞാൻ എന്നിട്ട് 2 വാഴൻ്റെ ഇല കൊടുത്തിട്ട് ഇട്ടിട്ട് അതിൽ നിറച്ചു കേട്ടോ. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ കമ്പോസ്റ്റാണ് ഇടുന്നത്. ഇത് കരിയില കമ്പോസ്റ്റൊന്നുമല്ല, നമ്മൾ പച്ചക്കറി വേസ്റ്റ് ഇട്ടുണ്ടാക്കുന്നതാണ്. ഇതൊരു 3 മാസമൊക്കെ ആയതാട്ടോ. ഒരു ബക്കറ്റ് ഉണ്ടായിരുന്നു, ഞാൻ എല്ലാവരും ഇട്ടിട്ട് ഇത്ര ആയി. അപ്പോൾ ആ കമ്പോസ്റ്റ് നല്ല ഒരു സ്മെല്ലോ ഒന്നുമില്ല കേട്ടോ. ഒരു വെള്ളത്തിൻ്റെ നനവോ ഒന്നുമില്ല, പുഴുക്കളൊന്നുമില്ല. നല്ല ഉണങ്ങിയ ചാണകപ്പൊടി മാതിരിയാണ് ആ കമ്പോസ്റ്റ്. അതിൻ്റെ മുകളിൽ ഒന്നും കൂടി മണ്ണ് വിതറി കൊടുക്കുന്നുണ്ട് ഞാൻ ആ കമ്പോസ്റ്റിൻ്റെ മുകളിൽ കൂടെ. നമുക്കിങ്ങനെ നടുവിലൊരു കുഴി, അതിൻ്റെ മുകളിൽ ഒന്നും കൂടി കുറച്ച് കമ്പോസ്റ്റും കൂടി ഇടുകയാണ് നമ്മൾ. ഇനി ഇതിൽ വേറെ വളമൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, ചാണകപ്പൊടിയോ എല്ലുപൊടിയോ അങ്ങനെ ഒന്നും ഇടുന്നില്ല. നമ്മൾ വെറും ഈ കമ്പോസ്റ്റാണ് ഇടുന്നത് കേട്ടോ. നമ്മുടെ കയ്യിൽ കമ്പോസ്റ്റ് ഉണ്ട്. ഞാൻ ഈ പച്ചക്കറി വേസ്റ്റ് ഫുള്ളും ഇങ്ങനെ കമ്പോസ്റ്റ് ഉണ്ടാക്കുകൊണ്ട് എൻ്റെ കയ്യിൽ കമ്പോസ്റ്റ് കുറേ ഉണ്ട് കേട്ടോ. അത് ചാണകപ്പൊടിയൊന്നും ഇതിലിട്ട് കൊടുക്കണില്ല. ഇനി ഞാൻ പോട്ടി മിക്സാണ് ഇത് കേട്ടോ. ഇത് ഞാൻ ഒരു ബക്കറ്റിൽ പച്ചക്കറി വേസ്റ്റും പിന്നെ കരിയിലയും മണ്ണും എല്ലാം കൂടെ ഇട്ടിട്ടൊരു ബക്കറ്റ് ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മണ്ണ് കൊടുന്നിട്ട് ഇതിൻ്റെ ഈ കുഴിയിൽ ചെറിയ കുഴി കുത്തിയിട്ട് അതിലിട്ടേക്കാണ്. ഇനി ഇതാ ഈ ഒരു കുഴിയിലാണ് നമ്മൾ ഈ വേപ്പിൻ തൈ വെക്കണത്. വേപ്പിൻ തൈ പറഞ്ഞാൽ ഞാൻ ഒരു 3-4 ദിവസമായിട്ടോ ഈ വേപ്പിൻ തൈ പറിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു കപ്പിൽ വെള്ളത്തിലിട്ട് വെച്ചതാണ്, വാടാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ കുഴപ്പമില്ല കേട്ടോ, വെള്ളത്തിലിട്ട് വെച്ചാൽ എത്ര ദിവസം വേണമെങ്കിലും അങ്ങനെ ഇരുന്നോളും. അപ്പോൾ ഈ 4-5 തൈയുണ്ട് ഇതിൽ. എല്ലാം കൂടി എല്ലാം ഒന്നും ഉണ്ടാവില്ലല്ലോ, 5 തൈയൊന്നും പിടിക്കണ്ടാവില്ല. അപ്പോൾ പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ 5 തൈ ഒന്നിച്ചൊരു കുഴിയിൽ വെക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ. ഇനി ഇത് നല്ല ഉഷാറായി ഉണ്ടാവും കേട്ടോ. മണ്ണിലൊക്കെ ഇങ്ങനെ വെച്ചാൽ നല്ല ഉഷാറാവും. ചട്ടിയിലുണ്ടാവും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും കമ്പോസ്റ്റൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് നല്ലോണം നനച്ച് കൊടുക്കണം കേട്ടോ. ഒരു കപ്പ് വെള്ളം, കുറഞ്ഞ വെള്ളം പോരാ, നല്ലോണം നനച്ച് കൊടുക്കണം. ഇനി ഇത് 10-15 ദിവസം ഇത് വെയിലത്ത് വെക്കരുതേ, തണലത്ത് വെക്കണം. വെയിലത്ത് വെച്ചാൽ അത് വാടിപ്പോവും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.